السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل وسلم وبارك وسلم عليه പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ, ആ റമദാൻ ആദ്യത്തെ 10 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സയ്യിദത്തുൻ നിസാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. റസൂലുള്ളാഹിന്റെ ആരംഭ മകൾ, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പുത്രി, കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും അതേ സന്തോഷത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരുപാട് ചരിത്രങ്ങൾ ലോകത്തിന്റെ മുന്നിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വരച്ചുകാട്ടി നമുക്ക് തന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ് അൽഹംദുലില്ലാ മദീനയിൽ അതാ ജന്നത്തുൽ ബഖീൽ മൺപൊതിച്ച് കിടക്കുന്ന മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. കാരുണ്യത്തിന്റെ കഥകളാണ് മഹദിയുടേത്, ത്യാഗത്തിന്റെ കഥകളാണ് മഹദിയുടേത്, സഹനത്തിന്റെ കഥകളാണ് മഹദിയുടേത്. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, സഹനങ്ങൾ സഹിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച് അല്ലാഹു തആലാന്റെ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആ റസൂലുള്ളാഹി തങ്ങളെ കാണുന്നതിന് പകരം ആരെ കണ്ടാൽ മതിയായിരുന്നു? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടാൽ മതിയായിരുന്നു. നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക്, ഉമ്മമാർക്ക്, നമ്മുടെ പെൺകുട്ടികൾക്ക് മാതൃകയാകേണ്ട മാതൃക മഹിളകളിൽ ഏറ്റവും മഹത്തായ ഉന്നതിയായ സ്ഥാനത്ത് നിൽക്കുന്ന മഹദിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞു, ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിന്റെ കഷ്ണമാണ്. കിടക്കാൻ ഒരു കട്ടിലില്ല, കിടക്കാൻ പായയില്ല, കിടക്കാൻ സൗകര്യമുള്ള ഒരു വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണി കിടന്ന് ജീവിച്ച് അവസാനം ത്യാഗത്തിന്റെ ഒരുപാട് സന്ദേശങ്ങൾ ലോകത്തിന് സമർപ്പിച്ച മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ ബീവിയുടെ മാതൃക ജീവിതം നാം മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലെത്താൻ ശ്രമിക്കണം. നാളെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് സ്വർഗത്തിലേക്ക് സഹോദരിമാരുടെ കൈപിടിച്ച് ആനയിക്കുക എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സഹിച്ച ത്യാഗങ്ങളും അനുഭവിച്ച വിഷമങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷെ നമുക്കും വന്നേക്കാം. അതൊക്കെയും ഫാത്തിമ ബീവിയെ മുൻനിർത്തിക്കൊണ്ട് നാം സഹിച്ച്, നാം അതെല്ലാം ത്യജിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നാമും ഒരു മാതൃകാ വനിതയായി മാറുക എന്നുള്ള ഉത്തമ ബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുകയും ഈമാൻ വർദ്ധിക്കാൻ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഥകളും ചരിത്രങ്ങളും ചരിത്ര പുസ്തകങ്ങളും വായിക്കാനും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കഥകൾ കൂടുതൽ അറിയാനും ഞാനും നിങ്ങൾ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, മഹദിയുടെ പേരിൽ എല്ലാവരും ഇന്നും നാളേക്കുമായിട്ട് ഓരോ യാസീൻ ഓതി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനും അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനും. ഒരുപാട് രോഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സ്വാന്തനത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം തെളിനീര് ഒഴുക്കി തരുന്ന മഹദിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്ത് അള്ളാഹുവിനോട് കരമുയർത്തിയാൽ തീർച്ചയായും അള്ളാഹു കേൾക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുമെന്ന് ഉള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഒരു യാസീനെങ്കിലും ഇന്നും നാളെയുമായി ഓതണമെന്ന് പ്രത്യേകമായി എൻ്റെ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകൾ ഉണർത്തുകയാണ്. അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധ റമദാൻ അവിടുത്തെ പൊരുത്തത്തിലായി, അവിടുത്തെ സന്തോഷത്തിലായി ജീവിക്കാനും അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.